ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഗോതമ്പ് നുറുക്ക് വെച്ചൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഉപ്പുമാവിലേക്ക് 2 പഴം പുഴുങ്ങിയെടുക്കാം. കുക്കറിലിട്ടാൽ പെട്ടെന്ന് ആയിക്കോളുമല്ലോ. അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് പഴം പുഴുങ്ങിയെടുക്കാം. അപ്പോഴേക്ക് ഉപ്പുമാവിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞ് റെഡിയാക്കാം. ക്യാരറ്റ്, ചെറുള്ളി, കറിവേപ്പില, ഇഞ്ചി, തേങ്ങ, പച്ചമുളക്, ഗ്രീൻ പീസ്, പൊട്ടുകടല, ഗോതമ്പ് നുറുക്ക്, ഇത്രയും സാധനമാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമ്മൾ റെഡിയാക്കി വെച്ചത് കേട്ടോ. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. അതിൻ്റെ മുന്നായിട്ട് പഴം പുഴുങ്ങാൻ ശേഷം ചായ ഉണ്ടാക്കാം. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കൽ? ഇപ്പോൾ ഒരൊറ്റ വിസിൽ മതി പഴത്തിന്. അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ചായ വെക്കാം കേട്ടോ. ചായയിൽ വെള്ളം വെച്ചപ്പോൾ 2 ഏലക്കായ പൊടിച്ചിട്ടു. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് തേയിലപ്പൊടിയും പഞ്ചസാരയും പാലൊക്കെ ആഡ് ചെയ്യാം. പഴം റെഡി ആയത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ചായ തിളച്ചു. പൊടി, പഞ്ചസാര, കുറച്ച് പാൽ ഒഴിച്ചിട്ട് 2-3 മിനിറ്റ് തിളപ്പിക്കാം. ഏലക്കായ വെള്ളം വെക്കുമ്പോഴേ വെക്കാം, എന്നാലും അതിൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടുള്ളൂ. പാലൊഴിച്ച് 2-3 മിനിറ്റ് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് ഉപ്പുമാവിനുള്ളത് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. എല്ലാവർക്കും അറിയണത് തന്നെ ആവും, ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഉഴുന്ന് പരിപ്പൊന്ന് മൂത്ത് വരുമ്പോൾ പൊട്ടുകടല ലേശം ഇടാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം. ഇത് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, ചെറിയുള്ളി, കറിവേപ്പില, ഇതെല്ലാം ഇട്ടൊന്ന് വഴന്ന് വരുവോളം ഇറക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഗ്രീൻ പീസ് ഇടാം. ഗ്രീൻ പീസ് പിന്നെ സോക്ക് ചെയ്ത ഗ്രീൻ പീസാണ് കേട്ടോ. ഇനി ഈ ബൗളിനൊരു ബൗള് ഗോതമ്പ് നുറുക്കാണ്, കഴുകി വെച്ചത് ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ ബൗളിന് 2 പാത്രം വെള്ളം ഒഴിക്കാം. ഉപ്പ് പാകത്തിന് ഇടുക. തേങ്ങയിൽ ചേർക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങ ഇട്ടിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ല ഉപ്പൊക്കെ പാകമാണോ നോക്കിയതിന് ശേഷം അടച്ചേക്കുക 2 വിസിൽ. ഈ
ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞെടുക്കാനുള്ള നേരെ ആവശ്യമുള്ളൂ. കുക്കറിലാവുകൊണ്ട് പെട്ടെന്നാവുമല്ലോ. ഇനി നമുക്ക് അടച്ചേക്കാം. വിസിൽ വരുവോളം വെയിറ്റ് ചെയ്ത് വിസിൽ പോയതിന് ശേഷം തുറക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് പൊട്ടുകടല കുറച്ച് കരിഞ്ഞു പോയി ഗൈസ്. അത്ര നേരത്തെ ഇടണ്ടില്ല. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ.